ടോണിച്ചേട്ടൻ വ്ളോഗ്സ് ഇന്ന് നിങ്ങളെ എത്തിക്കുന്നത് ആർദ്രം ഇൻറ്റീരിയൽ വർക്കുകളുടെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. ഈ ഭാഗത്ത് നമ്മൾ പ്രധാനമായും പറയുന്നത് പ്രൊഫൈൽ ഹാൻഡിലുകളെ കുറിച്ചാണ്. ഇതായിരിക്കുന്നതാണ് പ്രൊഫൈൽ ഹാൻഡിലുകൾ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ലെങ്ത് പീസാണ് ഇത്. കണ്ടോ, ഇതിൽ നിന്ന് നമ്മൾ പ്രൊഫൈൽ ഹാൻഡിൽ നമ്മൾക്ക് ആവശ്യമായ അളവിൽ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പല കളറിലും പല ഡിസൈനിലും നമുക്ക് പ്രൊഫൈൽ ഹാൻഡിലുകൾ അവൈലബിൾ ആണ്. അതിൽ പ്രധാനമായും സിൽവർ, ഗോൾഡ്, ബ്ലാക്ക് ഇങ്ങനെ 3 ഷെയ്ഡിലാണ് മെയിനായിട്ട് വരുന്നത്. അത് കൂടാതെ ഗിൽറ്റഡ് ആയിട്ടുള്ള പല കളറിലുള്ളതും വരുന്നുണ്ട്. അപ്പം നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ബ്ലാക്ക് കളറിലേതാണ്. അപ്പം ബ്ലാക്ക് കളർ നമ്മളുടെ ഈ ഡോറുമായിട്ട് നന്നായിട്ട് മാച്ച് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ബ്ലാക്ക് കളറിൽ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് പ്രൊഫൈൽ ഹാൻഡിൽ പിടിപ്പിക്കുക എന്നുള്ളതാണ്. കണ്ടോ, ഇതാണ് നമ്മളുടെ ഒരു ഡോറ്. ഡോറിൽ നമ്മൾ ഇത് കണക്കൊരു സ്ലോട്ട് കട്ട് ചെയ്യും. കണ്ടോ, ഇതുപോലൊരു സ്ലോട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊഫൈൽ ഹാൻഡിൽ നേരെ ഇതിലോട്ട് സീറ്റിംഗ് ആക്കി വെക്കുകയാണ്. വെറുതെ അല്ല ഇത് ഇരുത്തുന്നത്, അതിന് നമുക്കൊരു പ്രത്യേക ഗമ്മുണ്ട്. ആ ഗമ്മ് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ പ്രൊഫൈൽ ഹാൻഡിലിൻ്റെ എൻഡ് ഗ്യാപ്പാണ്. ആദ്യം നമ്മൾ എൻഡ് ഗ്യാപ്പ് ഇട്ട് വെച്ചതിന് ശേഷമാണ് അത് ഇരുത്തുന്നത്. കണ്ടോ, ഇതുപോലെ നമ്മൾ എൻഡ് ഗ്യാപ്പൊക്കെ നമ്മൾ പശ വെച്ച് നല്ല ഒട്ടിക്കും. അതിനുശേഷം നമ്മൾ പ്രൊഫൈൽ ഹാൻഡിലിൻ്റെ സീറ്റിംഗ് ആകുന്ന ഭാഗത്തോട്ട് നമ്മൾ ഗമ്മിട്ട് കൊടുക്കും. അതിനുശേഷം നമ്മൾ നേരെ ഈ ഡോറിൽ സ്ലോട്ട് അടിച്ചേക്കുന്നതിൻ്റെ അടുത്തോട്ട് വെച്ചിട്ട് നമ്മൾ ആമയ്ക്ക് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇനി നമുക്ക് എഡ്ജ് ജോയിൻറ്റിൽ പശയിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാ നമ്മുടെ എഡ്ജ് ജോയിൻറ്റിൽ പശയിടുന്ന മെഷീനാണ് ഈ ഇരിക്കുന്നത്. കണ്ടോ, അപ്പോൾ അതിനായിട്ട് നമ്മൾ എഡ്ജ് ജോയിൻ്റ് ആദ്യം ഇതുപോലെ റോൾ ചെയ്തതിന് ശേഷം നമ്മുടെ മെഷീനിലോട്ട് ഇതുപോലെ അങ്ങോട്ട്. അപ്പോൾ നമ്മൾ ഈ എഡ്ജ് ജോയിൻറ്റ് മെയിനായിട്ട് നമ്മളിപ്പം കനം കുറഞ്ഞ എഡ്ജ് ജോയിൻ്റൊക്കെയാണ് നമ്മൾ ഇതുപോലെ ചെയ്യാൻ പറ്റുന്നത്. അതായിരിക്കും ഇച്ചിരി എളുപ്പമുള്ളത്. അപ്പോൾ ഇത് കണക്ക് നമ്മുടെ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ പോകണം. നമ്മുടെ മെഷീൻ ഓപ്പറേറ്ററാണ് ഈ നിൽക്കുന്നത്. ഇനി നമ്മുടെ എഡ്ജ് ജോയിൻ്റെ ടിപ്പ് ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കണം. നമുക്കൊന്ന് പോയിൻ്റ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മെഷീനിലൂടെ കയറ്റി നമുക്ക് വെളിയിലോട്ട് ഇറക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെത്തി നമുക്കൊന്ന് പോയിൻ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ എഡ്ജ് ജോയിൻ്റ് മെഷീൻ്റെ അകത്തൂടെ നമ്മളിതങ്ങനെ കയറ്റി ഇറക്കുവാണ്. കണ്ടോ, ഇതുപോലെ നമ്മൾ കയറ്റി പതിയെ ഇറക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആ ഫ്രണ്ടിൽ കാണുന്ന സ്ലോട്ടിലോട്ട് നമ്മൾ ഗം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹീറ്റെക്സ് ആണ്. നമ്മളിപ്പോൾ ഹീറ്റെക്സ് നമ്മൾ ഈ സ്ലോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം അതൊന്ന് നിറയുന്ന രീതിയിൽ നമുക്ക് ഒഴിക്കാം. നമുക്ക് എന്തോരം ആവശ്യമുണ്ടോ അതനുസരിച്ച് നമ്മൾ ഒഴിക്കുക. എത്ര ലെങ്തിൽ നമുക്ക് എഡ്ജ് ജോയിൻറ്റ് വേണോ അത് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പശ ഒഴിക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് വെറുതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. നമ്മൾ കൈ കൊണ്ടിടുന്നതിൻ്റെ അത്ര ടൈമൊന്നും വേണ്ടി വരത്തില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എഡ്ജ് ജോയിൻറ്റ് ഫുള്ള് പശയാക്കി എടുക്കാം. എന്താ കണ്ട, ഇതുപോലെ ഫുൾ ലെങ്തിൽ നമുക്ക് ഇങ്ങനെ നീളത്തിൽ പശയിട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെ നമുക്കും വീട് അടിപൊളിയാക്കണ്ടേ? ഇൻറ്റീരിയൽ വർക്ക് കൊണ്ട് മനോഹരമാക്കണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ആർദ്രം ഇൻറ്റീരിയൽസിനെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സ്വന്തം ചാനലായ ടോണിച്ചേട്ടൻ വ്ളോഗ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പം വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി കാണാം.